ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളോടൊപ്പം പുതിയൊരു അതിഥി എത്തിയിരിക്കുന്നു. പേര് പറയും. നസ്ന ഫ്രം കാസർഗോഡ്. വിശാൽ ഫ്രം അടിവാരം. അപ്പോൾ ഞങ്ങളിപ്പോൾ കപ്പൻ പാർക്കിലാണ് ഗൈസ്. കപ്പൻ പാർക്ക്. നമ്മൾ എന്തിനാ വന്നത്? ഞങ്ങൾ വന്നത് വെറുതെയാണ്. ഇവിടെ എന്തൊക്കെ സദാചാര പരിപാടികളുണ്ടെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിന് മൊത്തത്തിൽ കരിവാരി തേക്കുവാണ് സദാചാര കുറ്റവാളികൾ. ആയതിനാൽ ഞങ്ങളത് അങ്ങനെ ആൾക്കാർ പടച്ചു വിടുന്നോണ്ടുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലേ വിശാലെ? വിശാൽ കണ്ടു. എവിടെ കണ്ടത്? അവിടെ നമുക്ക് ലൈവായി നമ്മൾ കാണിച്ചു തരാൻ പോവുകയാണ്. ഞാൻ കണ്ടു. നമ്മൾ അടുത്ത ഷോട്ട് അവിടെ. തെണ്ടികൾ പറയുന്ന പോലെ ഇവിടെ സദാചാരം മാത്രമല്ല നടക്കണത്. ഇവിടെ കാണാൻ കുറച്ച് മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം അടുത്ത ക്ലിപ്പ്. മോളെ പാത്തോല്ലത് എന്ത് ചെയ്യലോളെ കാണാന് കണ്ട മനോഹരമായ കളികളും ഇവിടെ നടക്കുന്നുണ്ട്. എങ്കിൽ രണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു. അത് നമ്മൾ ഇതിപ്പോ ഇങ്ങനെ നിക്കുന്നത് റെസ്റ്റ് എടുക്കോ വൈബ് ആസ്വദിക്കോ ഇല്ല, കാഴ്ചകൾ കാണാണ് ഗൈസ്. കാഴ്ചകൾ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ അവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ നോക്കണ്ട. നമ്മൾ അവരെ അറിയാണ്ട് അടി കിട്ടു ഉറപ്പാ. ക്ലിപ്പുള്ളതാണ്. 25 ക്ലിപ്പാ. ഇല്ല, റോളിംഗ് ആണ്. ഓ അങ്ങോട്ട് നോക്കി ആണെ നോക്കിക്കോ. ഈ വീഡിയോ അതിൽ കാണും. ഒരു സ്പോട്ട് മാറ്റിയ കളി ഗൈസ്. നമ്മൾ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ആ 13 ഉണ്ടാവും ഔട്ട്പുട്ട്. കൈവേറി തന്നെ ഓർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അത്ര നല്ല ഷോട്ട്. ഇപ്പൊ നോക്കാം കബ്ബൺ പാർക്കിൽ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട് നമ്മൾ കണ്ടു. നമ്മളത് അറിയിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെയാണ് സംഭവം ഉണ്ടായിട്ടോ ചൊറിച്ചിലുണ്ടായിട്ടോ കടിണ്ടായിട്ടോ ഒന്നുമല്ല. നമ്മൾ അറിയിച്ചു കൊടുക്കുക. നമ്മൾ ഇൻഫോർമേഷൻ പങ്കുവെക്കുകയാണ്. ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോ നമ്മള് റീലൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നേ. സത്യാണോ ഇല്ലെന്ന് അറിയണല്ലോ. ഫോളോ വന്നു. ഓള് ഇവിടെ വന്നിട്ട് എന്തൊക്കെ കണ്ടെന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണെന്നാണ് കേട്ടത്. ഓക്കെ, നല്ല സ്പോട്ടൊക്കെ അറിയാന്ന്. പക്ഷെ നമ്മളിപ്പോ ഇവിടെ കണ്ടപ്പോ സ്റ്റെക്കാണ്. ഇവിടെ വൃത്തിയോടൊന്നല്ലെങ്കിലും നല്ല രസം കാണാൻ. ഹെൽപ്പ് വായന്ന് വെള്ളം ഉറ്റുന്നവന്റെ തുടക്കി ചാണകവും ചെന്നൈ തണ്ണാച്ചികളെ കണ്ടിട്ട് അങ്ങോട്ട് തിരിച്ചോക്കാം. നേരെ ഇതുവരെ അപ്പൊ നമ്മള് ഇന്നത്തെ നൈറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പബ്ബ് പോവാണ്. അവിടെ നമുക്കൊരു ടാസ്ക് ഉണ്ട്. നമുക്ക് പെണ്ണുങ്ങളില്ല. പെണ്ണുങ്ങളെ കിട്ടിയ പബ്ബ് പോവും. കിട്ടോ നോക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ചില്ലറ വേണ്ടി വരും. ആ സ്കിൽ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. നോക്കട്ടെ, പെണ്ണുങ്ങൾ കിട്ടും. ഇവര് കിട്ടുകയാണെങ്കിൽ അടിപൊളി. അല്ലെന്നില്ല പറഞ്ഞിട്ടാണ് പോയാൽ മതി. ചില്ലറ അങ്ങോട്ട് അല്ല ഓരും ഇങ്ങോട്ട് തരും. നല്ല ഫോട്ടോ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാം. നല്ല വീഡിയോ എടുക്കാൻ മതി. അത് ഈ റമദാനിന് പോകുന്നത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാ. തെറ്റിലേക്ക് പോകരുത്. നമുക്ക് അത്രേ ഉള്ളൂ. നമ്മളെ ഇന്റൻഷൻ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കാണില്ല. ഇതൊക്കെ നമ്മള് പീസ്ഫുൾ. അതിന്റെ അപ്പുറത്ത് തന്നെയാണോ ഇവൻ നോക്കുന്നത്? അല്ല, ബുക്കിൽ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്തേക്ക് ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെയൊക്കെ നടക്കണം. ഇങ്ങനെയൊക്കെയാണ്. തെറ്റെന്ന് പറയണില്ല. അതൊക്കെ ഓരോ ആൾക്കാരെ മൈൻഡ് സെറ്റും വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെയാണ്. അതിൽ നമ്മൾ ഇടപെടുന്നില്ല. നമ്മളെ സർക്കിളിൽ നിന്നിട്ട് നമുക്ക് ഈ രണ്ട് കണ്ണുള്ള സാധനത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റണോ അത് നമ്മൾ ചെയ്യും. ഇതിപ്പുറത്ത് അതൊന്നുമില്ല. എന്താ
അത് നീളം കിട്ടാ ഭക്ഷണമാവും. ചർച്ച് സ്ട്രീറ്റിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഹറാമ് നടക്കുന്നുണ്ട്. പക്ഷെ നോക്ക നമ്മളെ കുട്ടികള് നാട്ടിൽ നിന്ന് അതല്ല നമ്മളെ കുട്ടികൾ ഒന്നിനും ഇല്ലാണതാ. റമദാൻ മാസാണ്, ഇവിടെ നിൽക്കുക മര്യാദക്ക് കണ്ണും അടിച്ച്. പക്ഷേ തെറ്റ് പറയണില്ല. നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് ഇവിടെ കാണണം. അപ്പോൾ നമ്മൾ കുറേ എന്താ പറയുക നമ്മളെ മെന്റാലിറ്റി മാറും, കുറേ വ്യത്യാസം വരും. ഇങ്ങനെ ആൾക്കാരുണ്ട് കാണാൻ മനസ്സിലാക്കും. വിശാല വെള്ളം തുടക്കാൻ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല രസമുള്ള കുട്ടികളുണ്ട്, നല്ല പൊട്ടന്മാരെ ചെക്കന്മാരെ ഉണ്ട്. നമ്മളിങ്ങനെ കണ്ടിക്കുക. വ്ളോഗ് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബാംഗ്ലൂർ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ബൈ.